ഹായ് പ്ലാൻ ലവേഴ്സ്, നമ്മുടെ ലക്കി ബാംബൂല് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ടോപ്പ് ഡെക്കർ നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലക്കി ബാംബൂവിന്റെ സ്റ്റെം ആണ്. നമ്മൾ ഒരു പ്ലാന്റിന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മെച്യൂർഡ് ആയതാണ് കേട്ടോ ഇത് നമ്മളിവിടെ നട്ടിട്ട് ഒരു 6 മാസത്തോളമായി. അതിനുശേഷം ഒരു 2 അല്ലെങ്കിൽ 3 നോഡ് വരുന്ന പോലെ ഈ ഒരു ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ഒരു നോഡ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഹൈറ്റ് കുറഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 3 നോഡ് വരുന്ന പോലെ ആ ഒരു ലെങ്തിൽ ഞാനൊരു 4-5 പീസ് അതേ സ്റ്റെമ്മിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിതിൽ മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും എടുക്കുക. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി 300-400 രൂപ കൊടുത്ത് നമ്മളൊരു ലക്കി ബാംബൂവിൻ്റെ ഒരു സെറ്റ് വാങ്ങുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് സ്റ്റെമ്മിൽ ടോപ്പ് പോർഷൻ, അതായത് ലീഫ് വരുന്നത് ടോപ്പിലോട്ടാണ്. അപ്പോൾ ആ പോർഷൻ കറക്റ്റായിട്ട് നോക്കി നമ്മളിതുപോലെ ഒന്ന് അടുക്കിയെടുക്കുക എല്ലാത്തിനെയും. നമ്മൾ വെള്ളത്തിലോട്ട് വയ്ക്കുന്ന സമയത്ത് ഇത് തല തിരിഞ്ഞാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് മുളച്ച് വരത്തില്ല. അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെം എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു റോപ്പ് കൊണ്ട് അതിനൊന്ന് പ്രോപ്പറായിട്ട് കെട്ടുക. ഞാനിവിടെ ജസ്റ്റ് ഒരു റിബൺ ആണ് എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ത്രെഡ് മതി, നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ടബിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു പകുതിയാണ് ഞാനിതിൽ വെള്ളം എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം, പക്ഷെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ റൂട്ട് ഗ്രോത്ത് നമുക്ക് കറക്റ്റായിട്ട് പുറത്തുനിന്ന് കാണാൻ പറ്റും. എന്നിട്ട് ഈ കാണുന്ന പോലെ അതിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇറക്കി വെച്ചത് 1 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് ഈ കാണുന്ന പോലെ മുളച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ ആക്ച്വലി 1 മാസം മുന്നേ വെള്ളത്തിൽ വെച്ച കുറച്ച് ലക്കി ബാംബൂവിന്റെ കട്ടിങ്സ് ആണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇത് കുറച്ച് വളവും തിരിവുള്ള സ്റ്റെമ്മാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ നല്ല പോലെ അതിൽ ഗ്രോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. അപ്പോൾ ശരി.